ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فصبه بحمد ربك واستغفره إنه كان توابا. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്, അവിടുത്തെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. ജിബ്രീൽ പറയുന്നു, നബിയേ, ഇസ്ലാമിലേക്ക് ജനങ്ങൾ മുഴുവനും ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാ, എല്ലാവരും ഇസ്ലാമിന്റെ കുടയ്ക്ക് കീഴിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് നബിയേ, ഫസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു. അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിലേക്ക് പോകാൻ സമയമായി നബിയേ, ഇബാദത്തുകൾ അധികരിപ്പിക്കണേ നബിയേ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ നബിയേ, പോകാൻ സമയം അടുത്തിരിക്കുന്നു നബിയേ, തയ്യാറെടുക്കാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വന്ന് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനുശേഷം ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. ആയിഷാ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, കാലിന് നീര് കെട്ടുന്ന രീതിയിൽ എന്തിനാണ് നിസ്കരിക്കുന്നത്? അങ്ങയുടെ പാപം അല്ലാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ, എല്ലാം അല്ലാഹു പുറത്തു തന്നല്ലോ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്, എന്തിനാ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അഫലാ അകൂന അബ്ദൻ ശകൂറാ, അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ? പ്രവാചകൻ ഇസ്തിഗ്ഫാറുകൾ പറയാൻ തുടങ്ങി, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ഹജ്ജിന്റെ സമയമെടുത്തപ്പോ ബിലാലിനെ വിളിച്ചിട്ട്, ബിലാലേ, ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുകയാ, എന്റെ കൂടെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ വിളിച്ചു പറ ബിലാലേ. ബിലാൽ റളിയല്ലാഹു തആല ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ കൊല്ലം ഹജ്ജിന് പോകുന്നുണ്ട്, പോകുന്നവര് തയ്യാറെടുക്കുക. അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിലേക്ക് കടന്നു ചെന്നു, എല്ലാ ഭാര്യമാരോടും പറഞ്ഞു, ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോകുകയാ, എല്ലാവരും തയ്യാറെടുത്തു, എന്റെ എല്ലാ ഭാര്യമാരും ഒരുങ്ങിക്കോ. അല്ലാഹുവിന്റെ പ്രവാചകന് ഭാര്യമാരെ മുഴുവനും ഒരുക്കുകയാണ്. അവസാനം എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ ഹജ്ജിന് പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് ചെന്നു. പ്രവാചകൻ അതാ സ്വഹാബികളോട് അമല് പറഞ്ഞു കൊടുക്കുമ്പോ, ഹജ്ജ് തുടങ്ങുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, സ്വഹാബ, എല്ലാവരും അമലുകൾ നല്ലതുപോലെ നോക്കി പഠിച്ചു കൊള്ളണം. എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്? എല്ലാവരും നല്ലതുപോലെ നോക്കി പഠിച്ചു കൊള്ളണം സ്വഹാബ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകുമെന്ന് തോന്നുന്നില്ല സ്വഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ, രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്കൊന്ന് നോക്കുകയാ. അടുത്ത കൊല്ലം ഇത് പറഞ്ഞു തരാൻ ഞാനുണ്ടാകണമെന്നില്ല സഹാബ. റസൂലുള്ള ഇത് പറയുമ്പോ സഹാബികൾ രണ്ടുപേരും പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാ, ലോകത്തിന്റെ നേതാവ് പുഞ്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുത്തെ അവസാന പ്രഭാഷണത്തിൽ പലതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, സമയത്തിന്റെ കുറവ് കാരണം വിശദീകരിക്കുന്നില്ല. അവസാനം ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും നാട്ടിലേക്ക് കടന്നു വന്നു. അതാ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, സഫർ മാസം അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ജന്നത്തുൽ മുഅല്ലയിലേക്ക് കടന്നു ചെല്ലുകയാ. ഉഹദിന്റെ രണാങ്കണത്തിൽ ശഹീദായവർ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന, മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കിയിരിക്കുന്ന, ഉഹദ് യുദ്ധത്തിൽ ശഹീദായവരെ ഖബറടക്കിയിരിക്കുന്ന ഖബർസാനിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കടന്നു ചെല്ലുകയാണ്. ഓരോ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടും അല്ലാഹുവിന്റെ റസൂല് സലാം പറയുകയാ. എല്ലാവരോടും സലാം പറഞ്ഞു, എല്ലാവരോടും